Disclaimer. The content on Market Waves is for educational purposes only and should not be considered financial advice. I am not a licensed financial advisor. All trading decisions involve risk, and you should consult with a qualified professional. Hi traders, welcome to Market Waves. നിഫ്റ്റിയുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദിവസങ്ങളായി പോസിറ്റീവ് ക്ലോസിംഗ് തന്നുകൊണ്ടിരുന്ന നിഫ്റ്റി ഇന്ന് തുടർച്ചയായി മൂന്നാം ദിവസവും ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് തന്നിട്ടുള്ളത്. ഇന്ന് 21,751 ഓപ്പണായ നിഫ്റ്റി ചെറിയ പോയിന്റ് അപ്വേർഡ് മൂവ് ചെയ്ത് 21,755 എന്ന് പറയുന്ന ചെറിയ 4 പോയിന്റിന് കഷ്ടി മൂവ്മെന്റ് അപ്വേർഡ് നൽകിയതിനു ശേഷം പെട്ടെന്ന് തന്നെ ഫാൾ ആവുകയാണ് ചെയ്തത്. രേഖപ്പെടുത്തിയ ലോ 21,555 ആണ്. ക്ലോസ് ചെയ്തതായി കാണുന്നത് 21,661 ലെവലിലാണ്. ഇന്ന് നിഫ്റ്റി ആകെ രേഖപ്പെടുത്തിയ മൂവ്മെന്റ് എന്ന് പറയുന്നത്, ആകെ നൽകിയ മൂവ്മെന്റ് എന്ന് പറയുന്നത് 190 പോയിന്റിൻ്റെതാണ്. ഡേ ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് ഒരു ലോവർ സൈഡ് ഷാഡോയുള്ള എന്നാൽ റെഡ് കളറിൽ ക്ലോസ് ചെയ്ത അപ്പർ ബോഡിയുള്ള ഒരു ക്യാൻഡിലാണ് തന്നിരിക്കുന്നത്. ലോവർ സൈഡിൽ ഷാഡോ എന്ന് പറയുമ്പോൾ ലോവർ ഈ ഭാഗങ്ങളിലെല്ലാം ബയേഴ്സ് ഉണ്ടെന്നാണ്. എന്നാൽ ഇന്നലെ രേഖപ്പെടുത്തിയിരുന്ന ക്യാൻഡിൽ അപ്പർ സൈഡെല്ലാം സെല്ലേഴ്സ് ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന അപ്പർ സൈഡിൽ ഷാഡോ ഉള്ള ഒരു ഡേ ക്യാൻഡിലായിരുന്നു. അത് ഇവിടെയായിരുന്നു ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്തിരുന്നത്. പിന്നീട് കറക്ഷനിൽ നിഫ്റ്റി 12 മണിക്ക് ശേഷം കറക്റ്റ് ചെയ്യുമ്പോൾ ഇതവർ കറക്റ്റ് ആക്കുന്നതാണ്. ഡേ ക്യാൻഡിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പർ സൈഡ് ഷാഡോ ഉള്ള ഒരു ക്യാൻഡിലും അതേസമയം തന്നെ പിറ്റേ ദിവസം ഇന്ന് ലോവർ സൈഡ് ഷാഡോ ഉള്ള ഒരു ക്യാൻഡിലുമാണ് ലഭിച്ചിട്ടുള്ളത്. അതിനർത്ഥം തുടർന്ന് വരുന്ന മൂവ്മെന്റുകളിൽ ഒന്നുകിൽ ഈ ലോവർ സൈഡ് ഷാഡോ വീണ്ടും പൊട്ടിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് ഡൗൺവേർഡ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ഡൗൺവേർഡ് പോയേക്കാം. അതല്ല മൂവ്മെന്റുകൾക്കൊടുവിൽ ഈ അപ്പർ സൈഡ് ഷാഡോ ബ്രേക്ക് ചെയ്ത് ഒരു 1 ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിൽ മാർക്കറ്റ് വീണ്ടും മൂവ് ചെയ്തേക്കാം എന്നാണ്. ഈ 2 പോയിന്റുകൾക്കിടയിൽ ഇതുവരെ രേഖപ്പെടുത്തിയ എവർ ടൈം ഹൈ ആയ 21,734 എന്ന ലെവലും ഇന്ന് രേഖപ്പെടുത്തിയ 21,555 എന്ന ലെവലുകൾക്കിടയിൽ ഏതാണ്ട് 300 പോയിന്റുകൾക്കിടയിലുള്ള ഒരു സ്പേസിൽ പ്രൈസ് അടുത്ത ദിവസങ്ങളിൽ ഒരു കൺസോളിഡേഷൻ തന്നേക്കാം ചിലപ്പോൾ എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ അപേക്ഷിച്ച് നാളത്തെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് ഇന്ന് എന്തായിരിക്കാം എന്ന് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ട്രേഡിംഗ് പ്ലാൻ അനുസരിച്ച് എന്തെങ്കിലും ട്രേഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ, അഥവാ എന്താണ് സാധിച്ചിട്ടുള്ളത് എന്ന് ആദ്യമേ ഒന്ന് പരിശോധിക്കാം. ഇന്നലെ എൻ്റെ ട്രേഡിംഗ് പ്ലാനിൽ ഇന്നേക്ക് വേണ്ടിയുള്ള പ്ലാനിൽ ഞാൻ ഇങ്ങനെയായിരുന്നു രേഖപ്പെടുത്തിയത്. 21,740 സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ല്, 21,676 സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ. അതിനിടയിൽ 2 ബ്ലാക്ക് ലൈനുകൾ രേഖപ്പെടുത്തിയിരുന്നു. 21,723 21,689 ലെവലും. ഇതിനിടയിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഇന്ന് തരുന്നതെങ്കിൽ ചെറിയ ക്യാൻഡിൽ ഫ്രെയിമുകൾ ഏത് ഡയറക്ഷനോട്ട് മൂവ് ചെയ്യുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരം എന്ന് നോക്കി ഒന്നുകിൽ അതുവരെ തന്ന ലോ അല്ലെങ്കിൽ പ്രധാനമായും 21,676 സ്റ്റോപ്പ് ലോസ് നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ബൈ ചെയ്യും. മൂവ്മെന്റ് അപ്വേർഡ് ആണ് കാണിക്കുന്നെങ്കിൽ, അഥവാ ഈ ഏരിയയിൽ നിന്നും 21,173 എന്ന ലെവലിൽ നിന്നും ഓപ്പൺ ആയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിൽ ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് തരുന്നതെങ്കിൽ അപ്പർ സൈഡ് 21,740 ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് എൻ്റെ പ്ലാൻ അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ ഞാൻ സ്റ്റോപ്പ് ലോസ് ലെവലിലായി രേഖപ്പെടുത്തിയിരുന്ന 21,740 എന്നതിന് മുകളിലായിരുന്നു. ഓപ്പൺ ചെയ്തത് കൃത്യമായും 21,751 എന്ന ലെവലിലായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു 4 പോയിന്റ് അപ്വേർഡ് മൂവ് ചെയ്തെങ്കിലും പക്ഷേ അവിടെ നിന്നും ഡൗൺവേർഡ് വരികയാണ് ചെയ്തത്. വിതിൻ 1 മിനിറ്റ് തന്നെ ഇത് 21,699 എന്ന ലെവൽ വരെ ഡൗൺ വന്നു. പിന്നീട് ചെറിയ ക്യാൻഡിൽ ഫ്രെയിം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓപ്പണിംഗ് ഹൈക്ക് മുകളിൽ പ്രൈസ് പോയിട്ടേ ഇല്ല. ആ നിലയ്ക്ക് ഇത് ഇവിടെയുള്ള ടൈം ഫ്രെയിമുകളിൽ 5 മിനിറ്റിൽ അല്ലെങ്കിൽ 3 മിനിറ്റിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെയുള്ള ക്യാൻഡിലുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ തരുന്നുണ്ടെങ്കിലും ഇതിന് ഓപ്പണിംഗ് ഹൈക്ക് മുകളിൽ ഒരു പ്രൈസ് രേഖപ്പെടുത്താൻ കഴിയാതെ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 21,740 എന്ന ലെവല് വീണ്ടും ഒരിക്കൽ കൂടി ഭേദിച്ച് അപ്വേർഡ് ക്ലോസ് ചെയ്യാൻ കഴിയാതെ മാർക്കറ്റ് റിവേഴ്സ് പോരുന്നതാണ് കണ്ടത്. അപ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ
ഹൈ, ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ടോ, അതല്ല ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് തന്നെ സെല്ല് വന്നപ്പോൾ വീണ്ടും പ്രൈസ് അതേ ഏരിയയിലോട്ട് തിരിച്ചു വരുമ്പോൾ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ഏരിയ, അതാണല്ലോ ഒരു ബൈക്ക് ടാർഗറ്റ് ആയി നമ്മൾ എപ്പോഴും കണക്കാക്കുന്നത്. റെസിസ്റ്റൻസ് ഏരിയ 24,762 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞവർക്ക് സാമാന്യം നല്ല ലാഭം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അതത് ദിവസം ഓപ്പൺ ആവുന്ന ക്യാൻഡിലുകൾ ഏത് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുമെന്ന് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ കാണിച്ചു തരുന്നോ ആ ഡയറക്ഷനിലോട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നും മാർക്കറ്റ് പ്രൈസ് പെട്ടെന്ന് തന്നെ ഡൗൺവേർഡ് വന്ന് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ഏരിയ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തപ്പോൾ നെക്സ്റ്റ് കിട്ടിയ റിവേഴ്സലിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഓരോ ഏരിയയും ഇവിടെ സപ്പോർട്ടിൽ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകൾ രേഖപ്പെടുത്തുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതെല്ലാം ഓരോ ബൈ സോണുകൾ തന്നെയാണ്, സപ്പോർട്ട് സോണുകൾ തന്നെയാണെന്ന്. അത്തരത്തിൽ ഒരു ബൈ സോണിൽ നിന്നും പെട്ടെന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന് പറയുന്ന ഏരിയയിലോട്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ റിവേഴ്സൽ പാറ്റേൺ കാണിക്കുകയാണെങ്കിൽ തൊട്ട് മുകളിലുള്ള ബ്ലാക്ക് ലൈൻ 24,690.89 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാമെന്ന്. ഫസ്റ്റ് ചാൻസ് ഇത്തരത്തിൽ ഉപയോഗിക്കാൻ കഴിയാതെ പ്രൂവ് ചെയ്യട്ടെ, മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ പ്രകാരം എങ്ങോട്ട് പോകുന്നു എന്ന് പ്രൂവ് ചെയ്യട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്തവർക്ക് രണ്ടാമതൊരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചിരുന്നു. ഇവിടെ തീർച്ചയായും ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഡൗൺവേർഡ് ഡയറക്ഷൻ പ്രൈസ് കാണിക്കുമ്പോൾ ഇവിടെ എൻ്റർ ചെയ്ത് സ്റ്റോപ്പ് ലോസ് ആയി 24,590 ലെവൽ കൊടുത്തിരുന്നവർക്ക് ഈ ലെവലിൽ നിന്നാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ 650 താഴോട്ടാണ് ട്രേഡിൽ എൻ്റർ ആവുന്നതെങ്കിൽ ഏതാണ്ട് 90 പോയിന്റിന്റെ ടാർഗറ്റ് വളരെ വേഗം തന്നെ ലഭിച്ചിട്ടുള്ളതായി കാണുന്നുണ്ട്. വീണ്ടും പ്രൈസ് ഇവിടുന്ന് അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിക്കുകയാണ് ചെയ്തത്. ഇവിടെ പ്രൈസ് ഈ സപ്പോർട്ട് സോണുകളിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഒരു അപ്വേർഡ് ഡയറക്ഷൻ കിട്ടാമെന്ന് പറഞ്ഞിരുന്നു. പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിമിൽ അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുമ്പോൾ ഇത്തരത്തിൽ പ്രൈസ് ഇവിടെ അപ്വേർഡ് ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ഒരു കറക്ഷൻ കിട്ടുമ്പോൾ അതുവരെ നൽകിയ ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്തവർക്ക് വീണ്ടും പ്രൈസ് തൊട്ട് മുകളിലുള്ള പോയിന്റിലോട്ട് നമ്മൾ അതിനു മുമ്പ് സ്റ്റോപ്പ് ലോസ് ആയി നൽകിയ ബ്ലാക്ക് ഏരിയയിലോട്ട് പോകുന്നതാണ് കണ്ടത്. ഇത്തരത്തിൽ രണ്ട് ട്രേഡുകൾക്ക് ചാൻസ് ഇന്ന് ലഭിച്ചിട്ടുണ്ട്. വ്യക്തമായി നിരീക്ഷിച്ച് പ്ലാൻ ചെയ്തിരുന്നവർക്ക്, കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ കഴിയുന്നവർക്ക് വൃത്തിയായി ട്രേഡ് ചെയ്യാൻ കഴിയുന്ന രണ്ട് സാഹചര്യങ്ങളാണ് ഇന്ന് ഈ 190 പോയിന്റുകൾ മൂവ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇന്നത്തെ മൂവ്മെന്റിനെ അപേക്ഷിച്ച് നാളെ എന്ത് ട്രേഡാണ് ചെയ്യാൻ സാധിക്കുക, എപ്രകാരമാണ് ഞാൻ നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ചെയ്തത് എന്ന് ഒന്ന് വിശദീകരിക്കാം. നാളേക്ക് വേണ്ടി ഞാൻ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 24,597 എന്ന ഈ റെഡ് ലൈൻ ആണ്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ല് എന്ന ലെവലിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് 24,694 എന്ന ഗ്രീൻ ലൈനുമാണ്. ഇതിനിടയിൽ ഞാൻ രണ്ട് ബ്ലാക്ക് ലൈനുകൾ വരച്ചിട്ടുണ്ട്. 24,614, 24,675 എന്ന ഏരിയയാണ്. ഞാൻ ഈ തരത്തിൽ എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്യുന്നതിന്റെ കാരണം ഇതിന്റെ ഇതുവരെ മാർക്കറ്റ് മൂവ് ചെയ്തു വന്നതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന ലെവലിലാണ് ഞാൻ എൻ്റെ ട്രേഡ് എപ്പോഴും പ്ലാൻ ചെയ്യുക. നാളെ മാർക്കറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഫ്ലാറ്റോ ഏത് വിധത്തിലുള്ള ഓപ്പണിംഗ് നമുക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ ഒരു ഏരിയയിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ മാത്രമാണ് എൻ്റെ ഈ ട്രേഡിംഗ് പ്ലാൻ കറക്റ്റായി എനിക്ക് ചെയ്യാൻ കഴിയുക. അതല്ല ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഹൈ ഗ്യാപ്പ് അപ്പ് ഓർ ഹൈ ഗ്യാപ്പ് ഡൗൺ ഓർ എൻ്റെ ബൈയിങ് ഏരിയ ഓർ സെല്ലിംഗ് സ്റ്റോപ്പ് ലോസ്, ബൈയിങ് സ്റ്റോപ്പ് ലോസ് എന്നിവയ്ക്ക് മുകളിലോ താഴെയോ ആയിട്ടാണ് പ്രൈസ് ഓപ്പൺ ആകുന്നതെങ്കിൽ അപ്പോൾ നൽകുന്ന പ്രൈസ് ആക്ഷൻ പ്രകാരം ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന എൻ്റെ നിഗമനത്തിൽ എനിക്ക് ബോധ്യമുള്ള സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ് ഏരിയകളെ കൂടെ പരിഗണിച്ചുകൊണ്ട് നാളെ ഓപ്പൺ ആയതിനു ശേഷം ആദ്യ സമയങ്ങളിൽ കാമണിക്കൂർ അരമണിക്കൂറിനിടയിലുള്ള ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിലുകൾ നൽകുന്ന ഒരു ഡയറക്ഷൻ, ആ ഡയറക്ഷനിലോട്ട് ട്രേഡ് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഞാൻ സപ്പോർട്ടായി ഓർ സ്റ്റോപ്പ് ലോസ് ആയി അതുവരെ തന്ന ലോ അപ്വേർഡ് ഡയറക്ഷനിലും ഓർ അതിന് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലൈൻ സ്റ്റോപ്പ് ലോസ് ആയി തീർച്ചയായും നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിലോ, മറിച്ച് സെല്ലിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അതുവരെ തന്ന ഉയരം ഓർ അതിനു മുകളിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ കൃത്യമായും സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ടാണ് ഞാൻ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ
ഫ്ലാറ്റ് ഓപ്പണിംഗ് ഈ ഏരിയക്കിടയിലാണ് നാളെ തരുന്നതെങ്കിൽ ആദ്യത്തെ കാമണിക്കൂർ അരമണിക്കൂറിനിടയിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡലുകൾ നൽകുന്ന ഡയറക്ഷൻ എങ്ങോട്ടാണോ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു ബൈ സോണ കാണിക്കുന്നതെങ്കിൽ ബൈ ഇൻഡിക്കേഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ തന്ന ലോ ഓർ പ്രധാനമായും 20597 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഞാൻ അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അത് ഇവിടെ ഒരു ഈ ഏരിയയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ തന്ന ഹൈ ഓർ പ്രധാനമായും 20694 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഞാൻ ഡൗൺവേർഡ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്യും എന്നതാണ് നാളത്തേക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയിട്ടുള്ള എൻ്റെ പ്ലാൻ. അപ്വേർഡ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്യുകയാണ് ഈ ഏരിയയിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് നിന്ന് അപ്വേർഡ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രധാനമായും ആദ്യം പരിഗണിക്കുക ഒന്നാമത്തെ ടാർഗറ്റ് എന്ന നിലയ്ക്ക് പരിഗണിക്കുന്നത് 20694 ആയിരിക്കും. രണ്ടാമത് 20732. അതിന് മുകളിൽ ക്ലോസ് ചെയ്ത് വരികയാണെങ്കിൽ മാത്രം 20755 എന്ന ലെവലായിരിക്കാം. അതേസമയം ഒരു സെല്ലിംഗ് ആണ് വരുന്നതെങ്കിൽ ഞാൻ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് എനിക്ക് ആദ്യത്തെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഇൻഡിക്കേഷൻ എങ്കിൽ സ്റ്റോപ്പ് ലോസ് ആയി 20694 കൊടുത്തുകൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ എൻ്റെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 20597 എന്ന ലെവലായിരിക്കാം പ്രധാനമായും ഞാൻ കണക്കാക്കുക. എന്നാൽ പ്രൈസ് ഡൗൺവേർഡ് വീണ്ടും ഡൗൺ സൈഡിലുള്ള ടാർഗറ്റുകൾ തരണമെങ്കിൽ ഈ ബൈസോൺ 20597 എന്ന സ്റ്റോപ്പ് ലോസ് ലെവൽ മാത്രം പൊട്ടിച്ചാൽ പോരാ, അത് ഒന്നാമത്തെ ടാർഗറ്റായി പരിഗണിക്കുമെങ്കിലും പ്രധാനമായി കണക്കാക്കുന്ന ടാർഗറ്റ് 20556 എന്ന് പറയുന്ന ഇന്നത്തെ ലോ തന്നെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. ആ ലോ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിൽ ഒരു ക്യാൻഡിൽ 1 മിനിറ്റോ 3 മിനിറ്റോ 5 മിനിറ്റ് ക്യാൻഡിലുകൾ ക്ലോസ് ചെയ്താൽ മാത്രമാണ് വീണ്ടും ഡൗൺവേർഡ് ഡയറക്ഷനിൽ ടാർഗറ്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ നാളെ ഇന്നത്തെ ലോയെ ബ്രേക്ക് ചെയ്ത്, നാളെയോ അടുത്ത ദിവസങ്ങളിലോ ഇന്നത്തെ ലോയെ ബ്രേക്ക് ചെയ്ത് ഡൗൺവേർഡ് വീണ്ടും പ്രൈസ് സഞ്ചരിക്കുകയാണെങ്കിൽ ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ 20511, 21456 എന്ന ലെവലുകളാണ്. തുടർന്ന് താഴോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ ടാർഗറ്റുകളും പ്രൈസ് ആക്ഷൻ പ്രകാരം മാർക്കറ്റ് ഡൗൺവേർഡിൽ തന്നെ മൂവ് ചെയ്യുകയാണ് എന്ന് വലിയ ടൈം ഫ്രെയിമുകൾ കാണിക്കുമ്പോഴാണ് ഈ ടാർഗറ്റുകൾ ലഭിക്കുക. ഓക്കെ, ഇനി അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിക്കുകയാണെങ്കിൽ ഇനി ഒരു ബൈയിങ് ആക്ഷൻ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും മാർക്കറ്റ് ഇതുവരെ രേഖപ്പെടുത്തിയ ഹൈക്ക് മുകളിൽ കിടക്കുക തന്നെ വേണം. അറ്റ്ലീസ്റ്റ് 21800 എന്ന് പറയുന്ന ലെവലിന് മുകളിൽ ഒരു 1 ഡേ ക്യാൻഡിലെങ്കിലും ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഒരു അപ്വേർഡ് ഡയറക്ഷൻ കിട്ടുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. എന്നാൽ ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറ് എനിക്ക് മുകളിലോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ ടാർഗറ്റുകളിലും കവർ ചെയ്ത് വീണ്ടും റീ എൻറ്റർ ചെയ്യുക. ആ ലെവലാണ് ഞാൻ പരിശോധിക്കുക. അതല്ല ഒരു 1 ഡയറക്ഷൻ മൂവ്മെന്റ് ആണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായും ചെറിയ ടൈം ഫ്രെയിമിലുള്ള സ്റ്റോപ്പ് ലോസ് ലെവലുകൾ കണക്കാക്കിക്കൊണ്ട് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കാം ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കുറച്ചും കൂടെ വ്യക്തമായി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് നീണ്ടുപോയെങ്കിൽ എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഇതിൽ കൂടുതൽ വ്യക്തമായി അടുത്ത ദിവസങ്ങളിലേക്ക് ഈ ആഴ്ചയിൽ എന്ത് സംഭവിക്കും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എങ്കിൽ ഞാൻ എൻ്റെ ഈ വീക്കിലേക്ക് എന്തായിരിക്കാം എൻ്റെ പ്ലാൻ എന്നുള്ളതിനെ കുറിച്ച് ഒരു വീക്ക്ലി അനലൈസിന്റെ വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദയവായി നിങ്ങൾ അതും സന്ദർശിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങൾക്കും ഗുണകരമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എൻ്റെ ട്രേഡിംഗ് പ്ലാൻ വിശദീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ഈ ബ്ലാക്ക് ലൈനുകൾക്കിടയിൽ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ, ഈ ഡൗൺ സൈഡ് ഏരിയയിൽ നിന്ന് എവിടുന്നെങ്കിലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ തന്ന ലോ ഓർ പ്രധാനമായും 20597 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഞാൻ അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അതായത് ഒരു കോൾ ഓപ്ഷൻ വാങ്ങി ഹോൾഡ് ചെയ്യും. ഞാൻ ആദ്യമായി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് തീർച്ചയായും 20694 എന്ന് പറയുന്ന സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്ന നിലയ്ക്ക് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രീൻ ലൈൻ തന്നെയാണ്. തുടർന്ന് അങ്ങോട്ട് 20732 എന്ന ലെവലാണ് ടാർഗറ്റായി പ്രതീക്ഷിക്കുക. അങ്ങനെ 1 by 1 ആയിട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിനനുസരിച്ച് അപ്പോൾ ഡയറക്ഷണൽ ട്രേഡ് ചെയ്യും. ഇനി ഈ ഏരിയയിൽ നിന്നും ഒരു സെല്ലിംഗ് പാറ്റേൺ ആണ് പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിലുകൾ കാണിക്കുന്നതെങ്കിൽ ഞാൻ അതുവരെ തന്നെ ഉയരം സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് പ്രധാനമായും 20694 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും.
അപ്പോൾ ആദ്യമായി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ടാർഗറ്റ് ലെവൽ സപ്പോർട്ട് സോൺ, സ്ട്രോങ് സപ്പോർട്ട് സോൺ എന്ന് പ്രതീക്ഷിക്കുന്നത് 20,597 ആണ്. അത് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ലഭിക്കേണ്ട പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് 20,555 എന്ന് പറയുന്നത് ഇന്നത്തെ ലോ തന്നെയാണ്. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഡൗൺവേർഡ് ഡയറക്ഷനോട്ടുള്ള ടാർഗറ്റുകൾ ലഭിക്കുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നാളെയും ഒരു നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റികൾ തരുന്ന നല്ല മൂവ്മെന്റുകൾ നിഫ്റ്റിയിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.